നമസ്കാരം. ഇനിയെങ്കിലും അറബ് രാജ്യങ്ങൾ കണ്ണു തുറന്ന് യാഥാർത്ഥ്യങ്ങൾ കാണുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയുടെ മണ്ണിൽ ദശാബ്ദങ്ങളായി നിങ്ങൾ അമേരിക്കയ്ക്കൊപ്പം നിന്നിട്ട് യഥാർത്ഥത്തിൽ എന്താണ് നേടിയത്? സുരക്ഷയുടെയും സൗഹൃദത്തിന്റെയും പേരിൽ വിദേശ സൈന്യത്തിന് നിങ്ങളുടെ മണ്ണ് വിട്ടുകൊടുത്തപ്പോൾ വന്നെത്തിയത് വിട്ടുമാറാത്ത യുദ്ധഭീതിയും അസ്ഥിരതയും മാത്രമാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഇറാനുമായുള്ള ഈ കടുത്ത സംഘർഷത്തിൽ ആത്യന്തികമായി നഷ്ടം സംഭവിക്കുന്നത് അമേരിക്കയ്ക്കല്ല, മറിച്ച് നിങ്ങളുടെ മണ്ണിനും അവിടുത്തെ നിർദോഷികളായ ജനതയ്ക്കുമാണ്. അമേരിക്കയുടെ മണ്ണിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ അവർ സുരക്ഷിതമായിരിക്കുമ്പോൾ ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആഘാതം പേറേണ്ടി വരുന്നത് കുവൈത്തും ബഹ്റിനും അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങളാണ്. പ്രശ്നങ്ങൾ നയതന്ത്രപരമായി പരിഹരിക്കാനും മേഖലയിൽ സമാധാനം കൊണ്ടുവരാനും പലതവണ ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാകാതെ യുദ്ധം കൊഴുപ്പിക്കാനാണ് അമേരിക്ക ഇപ്പോഴും ശ്രമിക്കുന്നത്. കാരണം പശ്ചിമേഷ്യ പുകയുമ്പോഴാണ് അവരുടെ ആയുധ കച്ചവടവും സാമ്രാജ്യത്വ താല്പര്യങ്ങളും സംരക്ഷിക്കാനാകുകയുള്ളൂ. വൻ ശക്തികളുടെ ഈ സ്വാർത്ഥമായ പകിടകളിയിൽ സ്വന്തം രാജ്യത്തെ ചാരമാക്കണോ എന്ന് അറബ് ഭരണാധികാരികൾ ഇനിയെങ്കിലും ചിന്തിക്കണം. ഈ കെണി തിരിച്ചറിഞ്ഞ് അമേരിക്കൻ പക്ഷപാതിത്വം വെടിഞ്ഞ് സ്വന്തം ജനങ്ങളുടെ നിലനിൽപ്പിനായി നിലപാടുകൾ മാറ്റാൻ നിങ്ങൾ തയ്യാറായേ തീരൂ. ഈ വിഷയത്തിൽ അറബ് ലോകം അമേരിക്കയുടെ കള്ളത്തരം മനസ്സിലാക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണേ. നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അറബ് രാഷ്ട്രങ്ങൾ നേരിടുന്ന ആഘാതത്തിന്റെ ആഴം വളരെ വലുതാണ് കേട്ടോ. പതിറ്റാണ്ടുകളായി തങ്ങളുടെ സുരക്ഷയ്ക്കായി അമേരിക്കൻ സൈന്യത്തിന് താവളമൊരുക്കിയ കുവൈത്ത്, ബഹ്റിൻ, UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇന്ന് ഈ പ്രത്യാക്രമണങ്ങളുടെ യഥാർത്ഥ ഇരകളായിരിക്കുന്നത്. കുവൈത്തിലെ തന്ത്രപ്രധാനമായ അലി അൽ സലേം എയർബേസ്, അഹമ്മദ് അൽ ജാബർ എയർബേസ്, ബഹ്റിനിലെ US അഞ്ചാം നേവി ഫ്ലീറ്റിന്റെ പ്രധാന ആസ്ഥാനം എന്നിവയ്ക്ക് നേരെയുണ്ടാകുന്ന ആഘാതങ്ങൾ ആ രാജ്യങ്ങളുടെ ആഭ്യന്തര സുരക്ഷയെയും സമാധാനത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. വൻതോതിലുള്ള മിസൈലുകൾ വന്നു പതിക്കുമ്പോൾ തകർന്നടിയുന്നത് ഈ കൊച്ചു അറബ് രാഷ്ട്രങ്ങൾ വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത അടിസ്ഥാന സൗകര്യങ്ങളാണെന്ന് കൂടി ഓർക്കണം. സൈനിക താവളങ്ങൾക്ക് ചുറ്റുമുള്ള ജനവാസ മേഖലകൾ ഭീതിയിലാണ്. വ്യോമപാതകൾ അടയ്ക്കേണ്ടി വരുന്നു, വിദേശ നിക്ഷേപങ്ങൾ പിൻവലിയുന്നു, ടൂറിസം മേഖല തകർച്ച നേരിടുന്നു. ഇത്തരത്തിൽ സാമ്പത്തികമായും സാമൂഹികമായും താങ്ങാനാവാത്ത നഷ്ടമാണ് ഈ രാജ്യങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഭൗമരാഷ്ട്രീയത്തിന്റെ ക്രൂരമായ വിരോധാഭാസം നമ്മൾ കാണേണ്ടത്. യുദ്ധം നയിക്കുന്ന അമേരിക്കയുടെ സ്വന്തം മണ്ണിൽ ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർക്കൊന്നും സംഭവിക്കുന്നില്ല. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം അറ്റ്ലാന്റിക് സമുദ്രത്തിനക്കരെ സുരക്ഷിതമായിരിക്കുന്ന വാഷിംഗ്ടണിനോ പെന്റഗണിനോ ഈ യുദ്ധം വെറും ഒരു പകിടകളി മാത്രമാണ്. തങ്ങളുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ആയുധ കച്ചവടം കൊഴുപ്പിക്കാനും വേണ്ടി അവർ മിഡിൽ ഈസ്റ്റിനെ പരീക്ഷണശാലയാണ് ആക്കുന്നത്. അമേരിക്കയുടെ ഒരു നഗരത്തിലോ അവരുടെ സ്വന്തം ജനങ്ങൾക്കോ ഇതിന്റെ യാതൊരു ദോഷവും നേരിടേണ്ടി വരുന്നില്ല. പകരം അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ഭൂമിയും പരമാധികാരവും വിട്ടുകൊടുത്ത അറബ് ഭരണാധികാരികൾ ഇന്ന് സ്വന്തം ജനങ്ങളുടെ ജീവനും സ്വത്തുമാണ് പണയം വെച്ചിരിക്കുന്നത്. ഈ നിർണായക ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ ജനതയും അതുപോലെ അറബ് ലോകവും ഒറ്റക്കെട്ടായി ചിന്തിക്കേണ്ടതും തങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കേണ്ടതുമായ സമയമാണ് അതിക്രമിച്ചിരിക്കുന്നത്. ഒരു വശത്ത് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ താല്പര്യങ്ങളും മറുവശത്ത് ഇറാന്റെ ശക്തമായ സൈനിക പ്രത്യാക്രമണങ്ങളും നടുവിൽ പെട്ടുപോകുന്ന അറബ് ജനതയുടെ ഭാവിയുമാണ് ഇന്ന് ലോകത്തിന് മുന്നിലെ ഏറ്റവും വലിയ ചോദ്യചിഹ്നം. വൻശക്തികളുടെ പരസ്പരമുള്ള പോരാട്ടത്തിൽ കേവലം ഒരു കരുവായി മാറി സ്വന്തം നാടിനെ ചാരമാക്കണോ എന്ന് അറബ് ഭരണാധികാരികൾ ഇനി ഒരു നിമിഷം പോലെ വൈകാതെ ഇരുത്തി ചിന്തിക്കേണ്ടതുണ്ട്. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക കൃത്യതയാർന്ന മിസൈലുകൾക്കും ഡ്രോണുകൾക്കും മുന്നിൽ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ പോലും പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. പശ്ചിമേഷ്യയിൽ സ്ഥാപിച്ചിട്ടുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഉണ്ടായ ആഘാതങ്ങൾ ഇതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് നമുക്ക് നൽകുന്നത്. ഈ സാഹചര്യത്തിൽ ഇനിയും അമേരിക്കൻ ആശ്രിതത്വം തുടരുകയും അവരുടെ നയങ്ങൾക്ക് കുടപിടിക്കുകയും ചെയ്താൽ മേഖലയിലെ അതിപ്രധാനമായ ഇന്ധന ഉൽപാദന കേന്ദ്രങ്ങളും ലോക വ്യാപാരത്തിന്റെ നട്ടെല്ലായ പ്രധാന തുറമുഖങ്ങളും വലിയ വ്യവസായ നഗരങ്ങളും പൂർണ്ണമായും തകരുന്ന ഒരു സമ്പൂർണ്ണ നാശത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇത് മിഡിൽ ഈസ്റ്റിന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ വലിയൊരു പ്രതിസന്ധിക്കാണ് കാരണമാകുക. അമേരിക്കൻ പക്ഷപാതിത്വം തുടർന്നാൽ വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി പ്രവചിക്കാൻ പോലും ആകാത്തതാണ്. പശ്ചിമേഷ്യയിലെ സമാധാനവും പതിറ്റാണ്ടുകൾ കൊണ്ട് കെട്ടിപ്പടുത്ത സാമ്പത്തിക ഭദ്രതയും എന്നേക്കുമായി ഇല്ലാതാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വിദേശ സൈന്യത്തിന് തങ്ങളുടെ മണ്ണിൽ താവളം ഒരുക്കാൻ അനുവാദം നൽകുന്നതിലൂടെ ഈ രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ തങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷയാണ് അപകടത്തിലാക്കിയിരിക്കുന്നത്.
അതുകൊണ്ട് അറബ് രാഷ്ട്രങ്ങൾ ഈ നിർണായക നിമിഷത്തിൽ തങ്ങളുടെ മൗനം വെടിയേണ്ടതുണ്ട്. അമേരിക്കയെ വിരുന്നു വിളിച്ചിരുത്തി സ്വന്തം ജനങ്ങളെ മരണമുനമ്പിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള നയതന്ത്രപരമായ അന്ധത നിങ്ങൾ മാറ്റിയേ തീരൂ എന്നതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ യുദ്ധത്തിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പിന്തിരിപ്പിക്കാനും സ്വന്തം മണ്ണിലെ വിദേശ സൈനിക താവളങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കാനും അറബ് ഭരണകൂടങ്ങൾ തയ്യാറായിട്ടില്ല എങ്കിൽ പശ്ചിമേഷ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയ്ക്കും വംശനാശത്തിനുമായിരിക്കും വരും ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പരസ്പരമുള്ള പ്രകോപനത്തിന്റെ പാത വെടിഞ്ഞ് വിദേശ ശക്തികളുടെ ഇടപെടലുകൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പ്രാദേശികമായ നയതന്ത്ര നീക്കങ്ങളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് വരിക തന്നെ വേണം. പശ്ചിമേഷ്യയുടെ ആധുനിക ചരിത്രം പരിശോധിച്ചാൽ ഭൗമരാഷ്ട്രീയത്തിന്റെ അണിയറകളിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു വഞ്ചനയുടെ കഥ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. അതുകൂടി ഇവിടെ പറയട്ടെ. പതിറ്റാണ്ടുകളായി തങ്ങളുടെ സുരക്ഷയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും വേണ്ടി അമേരിക്കയെ വിശ്വസിച്ച അറബ് ലോകത്തെ വാഷിംഗ്ടൺ എങ്ങനെയാണ് സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് വേണ്ടി കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇന്ന് കൂടുതൽ വ്യക്തമായി പുറത്തു വരികയാണ്. ഒരു വശത്ത് സൗഹൃദത്തിന്റെയും സുരക്ഷാ ഗ്യാരണ്ടിയുടെയും മുഖംമൂടി അണിയുകയും മറുവശത്ത് അറബ് മണ്ണിലെ പ്രകൃതി വിഭവങ്ങളെയും തന്ത്രപ്രധാനമായ അവരുടെ ഭൂപ്രകൃതിയെയും സ്വന്തം ആയുധ കച്ചവടത്തിനും ആധിപത്യത്തിനും വേണ്ടി അമേരിക്ക ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത്. അമേരിക്ക എങ്ങനെയാണ് അറബ് ലോകത്തെ കബളിപ്പിച്ചിരിക്കുന്നത് എന്നത് ചരിത്രപരമായും രാഷ്ട്രീയപരമായിട്ടും തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി പറയാനുള്ളത് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന സുരക്ഷാ വാഗ്ദാനം എന്നതാണ്. അതായത് ഇത് കേവലം ഒരു മിഥ്യ മാത്രമാണ് കേട്ടോ. ഗൾഫ് യുദ്ധകാലം മുതൽക്കേ തങ്ങളുടെ സൈനിക താവളങ്ങൾ അറബ് മണ്ണിൽ സ്ഥാപിക്കാൻ അമേരിക്ക പറഞ്ഞിരുന്ന ന്യായം പ്രാദേശികമായ ഭീഷണികളിൽ നിന്ന് അറബ് രാജ്യങ്ങളെ സംരക്ഷിക്കും എന്നതായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നാണ്. ഈ സൈനിക താവളങ്ങൾ പലപ്പോഴും അറബ് രാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പകരം അവരെ അയൽ രാജ്യങ്ങളുടെ ശത്രുതയിലേക്കും വലിയ യുദ്ധങ്ങളിലേക്കും വലിച്ചിഴയ്ക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ മണ്ണിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ഒരു യുദ്ധകളമാക്കി മാറ്റാൻ ഈ താവളങ്ങൾ കാരണമായി. യഥാർത്ഥത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുമ്പോൾ അറബ് ജനതയുടെ ജീവൻ സംരക്ഷിക്കുന്നതിനേക്കാൾ തങ്ങളുടെ തന്ത്രപ്രധാനമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മാത്രമാണ് അമേരിക്കൻ സൈന്യം ശ്രമിച്ചിട്ടുള്ളത്. രണ്ടാമതായി വൻതോതിലുള്ള ആയുധ കച്ചവടത്തിലൂടെ അറബ് രാജ്യങ്ങളുടെ സമ്പത്ത് ചോർത്തുന്ന തന്ത്രമാണ് അവർ ഇവിടെ പയറ്റുന്നത് എന്ന കാര്യമാണ്. അതായത് പശ്ചിമേഷ്യയിൽ നിരന്തരമായ ഭീതിയും അസ്ഥിരതയും നിലനിർത്തുക എന്നത് അമേരിക്കൻ ആയുധ ലോബിയുടെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ കോടിക്കണക്കിന് ഡോളറിന്റെ അത്യാധുനിക ആയുധങ്ങൾ അറബ് രാജ്യങ്ങൾക്ക് വിറ്റഴിക്കാൻ സാധിക്കുകയുള്ളൂ. സുരക്ഷയുടെ പേര് പറഞ്ഞ് അറബ് രാജ്യങ്ങളുടെ ഖജനാവിൽ നിന്ന് വൻതോതിൽ പണം കൈക്കലാക്കാവുന്ന അമേരിക്ക പലപ്പോഴും ഈ രാജ്യങ്ങൾക്ക് നൽകുന്ന ആയുധങ്ങളുടെ സാങ്കേതിക നിയന്ത്രണം തങ്ങളുടെ കൈകളിൽ തന്നെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വില കൊടുത്തു വാങ്ങിയ ആയുധങ്ങൾ പോലും സ്വന്തം താല്പര്യപ്രകാരം ഉപയോഗിക്കാൻ അറബ് രാജ്യങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കാറില്ല. ഇങ്ങനെയാണ് അറബ് ലോകത്തെ അമേരിക്ക ചതിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതായി പറയാനുള്ളത് ഇന്ധന വിപണിയിലെ മേധാവിത്വവും സാമ്പത്തിക ചൂഷണത്തെയും കുറിച്ചാണ്. അതായത് അറബ് ലോകത്തെ പെട്രോ ഡോളർ സംവിധാനത്തിലൂടെ അമേരിക്കൻ ഡോളറിന്റെ ആഗോള മേധാവിത്വം നിലനിർത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അറബ് രാജ്യങ്ങളുടെ എണ്ണ സമ്പത്ത് ആഗോള വിപണിയിൽ ഡോളറിൽ മാത്രം വ്യാപാരം ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പാക്കുന്നതിലൂടെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ അവർ ഉപയോഗിക്കുകയായിരുന്നു. എന്നാൽ അമേരിക്ക സ്വന്തമായി ഷെയിൽ ഓയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ഊർജ സ്വയം പര്യാപ്തത നേടുകയും ചെയ്തതോടെ അറബ് രാജ്യങ്ങളോടുള്ള അവരുടെ സമീപനത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അറബ് സഖ്യകക്ഷികളെ സാവധാനം കൈവിടുന്ന നയം തന്നെയാണ് അമേരിക്ക സ്വീകരിച്ചിട്ടുള്ളത്. നാലാമതായി പറയാനുള്ളത് ജനാധിപത്യത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും പേരിലുള്ള ഇരട്ടത്താപ്പിനെ കുറിച്ചാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് വഴങ്ങുന്ന ഭരണകൂടങ്ങളുടെ വീഴ്ചകളെയും മനുഷ്യാവകാശ ലംഘനങ്ങളെയും പൂർണ്ണമായും കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുന്ന അതേ അമേരിക്ക തങ്ങളുടെ വാക്ക് കേൾക്കാത്ത രാജ്യങ്ങളിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ എന്ന പേരിൽ അധിനിവേശങ്ങളും ആഭ്യന്തര കലാപങ്ങളും അഴിച്ചുവിടും. ഇറാഖിലും ലിബിയയിലും സിറിയയിലും അമേരിക്ക നടത്തിയ ഇടപെടലുകൾ ആ രാജ്യങ്ങളെ ദശാബ്ദങ്ങൾ പിറകോട്ട് നയിക്കുകയും പശ്ചിമേഷ്യയെ മൊത്തത്തിൽ അസ്ഥിരപ്പെടുത്തുകയും ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ യഥാർത്ഥ വില്ലൻ അമേരിക്ക തന്നെയാണ്. അമേരിക്കൻ സൗഹൃദം എന്നത് അറബ് ലോകത്തിന് നൽകിയത് വലിയ സാമ്പത്തിക ബാധ്യതകളും വിട്ടുമാറാത്ത യുദ്ധഭീതിയും തന്നെയാണ്. തങ്ങളുടെ മണ്ണിലെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനും സ്വന്തം സാമ്രാജ്യത്വ ശക്തി നിലനിർത്താനും വേണ്ടി അമേരിക്ക നടത്തിയ ഈ നീണ്ടകാലത്തെ കബളിപ്പിക്കലുകൾ അറബ് ഭരണാധികാരികൾ തിരിച്ചറിയേണ്ട ഘട്ടമാണ് എത്തിയിരിക്കുന്നത്. പരസ്പര വിശ്വാസത്തിന്റെ പുറത്തല്ല, മറിച്ച് കടുത്ത സ്വാർത്ഥതയുടെ പുറത്താണ് അമേരിക്കൻ വിദേശ നയം രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി വിദേശ ശക്തികളുടെ മേൽക്കോയ്മ അവസാനിപ്പിക്കാൻ അറബ് ലോകം ഒന്നിച്ചു നിൽക്കേണ്ട സമയം ഇപ്പോൾ അതിക്രമിച്ചിരിക്കുകയാണ്. അതാണ് നിങ്ങളുടെ മണ്ണിനും നിങ്ങളുടെ ജനതയ്ക്കും ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ അറബ് ലോകം കാര്യങ്ങൾ തിരിച്ചറിയണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ.
പുതിയ വാർത്തയുമായി വീണ്ടും എത്താം. നന്ദി.